പൗലോസിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക്, ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ശക്തനായിരിക്കുന്ന പൗലോസിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലികളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയോ, ഇന്നത്തെ കാലമല്ല യഹൂദന്മാർ ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ തീവ്രമായ മതത്തിന്റെ വക്താക്കളായിരിക്കുന്ന യഹൂദന്മാരുടെ സിനഗോഗ് അഥവാ പള്ളിക്കകത്ത് കയറി 2 ആഴ്ച പ്രസംഗിച്ചപ്പോൾ 2 പ്രസംഗം കൊണ്ട് പൗലോസ് ഒരു സഭ സ്ഥാപിച്ചു. സ്തോത്രം. നിങ്ങൾക്കൊരു സ്തോത്രം പറയാൻ പോലും തോന്നത്തില്ലെന്ന് എനിക്കറിയാം. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഒരു സഭയൊക്കെ സ്ഥാപിക്കപ്പെടുക എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വലുതാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആഗ്രഹിക്കണം, ഇനിയും ഇവിടെ ഷാപ്പുകൾ ഉണ്ടാകുകയല്ല, സഭകൾ ഉണ്ടാകട്ടെ. അതിൽ സന്തോഷമുള്ളവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. പിശാചും കൂട്ടരുമാണ് ദൈവസഭയ്ക്കെതിരെ. കാരണം ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത് വിടുതലുകളാണ്. ദൈവസഭ ആളുകളെ നാശത്തിലേക്ക് എത്തിക്കുകയല്ല. ഇന്ന് വരെയും നിങ്ങൾ എത്ര പേര് ദൈവസഭയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്? സഭയ്ക്കകത്ത് വരാൻ പറ്റിയതാണെന്ന് ജീവനോടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവരിന്ന് രാത്രികാലം എങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ അതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവസഭ ജീവന്റെ കേന്ദ്രമാണ്. അവിടെ മുഴങ്ങി കേൾക്കുന്നത് നമ്മുടെ വിടുതലിന്റെ സന്ദേശങ്ങളാണ്.